മേരിഗിരി, തറപ്പേൽക്കടവ്, ഭരണങ്ങാനം, ഇടപ്പാടി, അയ്യമ്പാറ, ഉള്ളനാട്, കിഴപറയാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായത്. പുല്ല് മുതൽ തെങ്ങ് വരെയുള്ളതെല്ലാം തിന്നു തീർക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കപ്പ, വാഴ, കമുക്, ചെടികൾ, പച്ചക്കറികൾ, ചേന തുടങ്ങിയ കൃഷികൾ തിന്നു നശിപ്പിച്ചു. കമുക് ഉൾപ്പെടെയുള്ളവയുടെ ചുവട്ടിലെ തണ്ടും തിന്നുന്നുണ്ട്. തെങ്ങിന്റെ ഓലകളും കൂമ്പും നശിപ്പിക്കുന്നു. കാന്താരിമുളക് ചെടി മുതൽ കപ്പളം പോലുള്ള കറയുള്ള ചെറുമരങ്ങൾ വരെ ആഫ്രിക്കൻ ഒച്ചിന് ഭക്ഷണമാവുന്നു. പുരയിടത്തിൽ ഉപ്പ് വിതറുമ്പോൾ ഇവ ചത്തുപോകുന്നുണ്ട്. എന്നാൽ ദിവസേന 5 പാക്കറ്റ് വരെ ഉപ്പുപൊടി വിതറി ചത്ത ഒച്ചിനെ പെറുക്കിക്കൂട്ടി കളയുമ്പോഴേക്കും വീണ്ടും പെരുകുന്നു. ഉപ്പ് വിതറുമ്പോൾ ഒച്ചിന്റെ ശരീരത്തു നിന്ന് തെറിക്കുന്ന വെള്ളം ആളുകളുടെ ദേഹത്ത് വീണ് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വളർച്ചയെത്തിയ ഒച്ച് 300 ഗ്രാം വരെയുണ്ട്. വലിയ തവളയുടെ വലിപ്പം വരെ ഇവ എത്താറുണ്ട്. മീനച്ചിലാറിനോട് ചേർന്നുള്ള പുരയിടങ്ങളിലാണ് ആദ്യം ഒച്ചിനെ കണ്ടു തുടങ്ങിയത്. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ മറ്റു പുരയിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കുന്നതിന് കൃഷി ആരോഗ്യ വകുപ്പ് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. അറവക്കുളം വാർഡ് മെമ്പർ റെജി വടക്കേമച്ചേരി കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നൽകിയ നിവേദനത്തെ തുടർന്നാണ് പഞ്ചായത്തിൽ യോഗം ചേർന്നത്. വാർഡുകളിൽ അടിയന്തരമായി യോഗങ്ങൾ നടത്തുന്നതിനും കെണി ഒരുക്കുന്നതിനും കെണിയിൽ വന്ന് ചത്ത ഒച്ചിനെ കുഴിച്ചു മൂടുന്നതിനും യോഗം തീരുമാനിച്ചു. ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് പൂർണ്ണ തോതിൽ ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത 5 ആഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും കെണി വെച്ച് ഇതിനെ പിടിച്ച് കൊന്നു കളയുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പൈസയിൽ നിന്ന് നമ്മളൊരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റും ഗോതമ്പ് പൊടി, ഈസ്റ്റ്, ശർക്കര, ക്യാബേജിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ നാട്ടു സുലഭമായിട്ടുള്ള പപ്പായയുടെ ലീഫ് ഉപയോഗിച്ച് ഒരു കെണി ഉണ്ടാക്കിയിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അതിനെ അന്ന് കുഴിച്ചിടുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത 5 ആഴ്ച കൊണ്ട് ഇതിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 5 ആഴ്ച കൊണ്ട് പദ്ധതി നടപ്പാക്കും. ഒച്ചുകളെ നശിപ്പിക്കാനുള്ള മാർഗം മീറ്റിംഗിൽ കൃഷി ഓഫീസർ അവതരിപ്പിച്ചു. കപ്പളത്തിന്റെ ഇലയോ ക്യാബേജിന്റെ ഇലയോ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നനഞ്ഞ ചാക്കിലോ ബെഡ്ഷീറ്റിലോ ഇട്ട് 1/2 കിലോ ഗോതമ്പ് പൊടി, 1/4 കിലോ ശർക്കര, 25 ഗ്രാം ഈസ്റ്റ്, 25 ഗ്രാം തുരിശ എന്നിവ ചേർത്ത് ഇളക്കി ചെറുതായി നനച്ചു വെക്കുക. ഈ മിശ്രിതം കഴിച്ച ഒച്ചുകൾ ചത്തുപോകും. ആലോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. റെജി വടക്കേമച്ചേരി, ജോസുകുട്ടി അമ്പലമറ്റം, കൃഷി ഓഫീസർ സലീൻ, ഉദ്യോഗസ്ഥരായ അനിൽ ആൽഫിയ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല.